ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ മല്ലിയിലൊക്കെ മേടിച്ചിട്ട് അത് കഴുകി ഒരുമിച്ച് അത് എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഇല സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഇല മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അല്ലാതെ അതിൻ്റെ തണ്ട് മൂത്തതാണേൽ, മല്ലിയിലയുടെ തണ്ട് മൂത്തതാണേൽ നമ്മൾ കറിക്കകത്തൊക്കെ ഇടുമ്പോൾ അത്ര അത് കടിക്കുമ്പോൾ ഒരു അത്ര ആർക്കും അങ്ങനെ ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഇല ഈസി ആയിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അതിനുള്ള നല്ലൊരു ടിപ്പുണ്ട്. ഞാനിവിടെ ഗ്രേറ്ററാണ് എടുത്തിരിക്കുന്നത്. ആ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളുള്ള സൈഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഹോളിൽ കൂടെ ആ മല്ലിയിലയുടെ തണ്ട് കടത്തി വിടുന്നുണ്ട്. എന്നിട്ട് അടിയിൽ കൂടെ ആ തണ്ടേ പിടിച്ച് വലിക്കുന്നുണ്ട്. ആ ലീഫ് എല്ലാം സെപ്പറേറ്റായി അവിടെ ഇരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ലീഫെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാവുന്നതാണ്. അതിനൊക്കെ ഇതുപോലുള്ള ചില ഗ്രേറ്ററിനൊക്കെ ചെറിയ വലിയ ഹോളുണ്ടാവും. ആ വലിയ ഹോളിൽ കൂടെ ആണെങ്കിൽ നമ്മൾ ഒരു തണ്ട് പോലെ 2-3 തണ്ട് ഒരുമിച്ച് നമ്മൾ ഇട്ടിട്ട് നമുക്ക് ആ തണ്ടയെ പിടിച്ച് വലിച്ചാൽ മതി. ആ ലീഫെല്ലാം അതിൽ കൂടെ ഉരി വരും. നമുക്ക് മല്ലിയില മാത്രമല്ല ഈ രീതി ചെയ്യാവുന്നത്. നമുക്ക് മുരിങ്ങയില ഉണ്ടെങ്കിൽ അത് കൂട്ടാനും തോരനും ഒക്കെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കതൊരു വലിയൊരു പണിയായിരിക്കും. അതിൻ്റെ തണ്ടൊക്കെ കുറച്ച് മാറ്റി എടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ രീതി തന്നെ ചെയ്ത് നമുക്ക് ആ ഇലയൊക്കെ നമുക്ക് അടർത്തി മാറ്റി എടുക്കാവുന്നതാണ്. കണ്ടില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് അടർത്തി മാറ്റാൻ വളരെ പെർഫെക്റ്റായിട്ട് ആ ഇല എല്ലാം മാറി കിട്ടുകയും ചെയ്യും. ആ തണ്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഈ ഇല അടർത്തി എടുക്കാം. പക്ഷേ അത്ര പെർഫെക്റ്റായിട്ട് എല്ലാം ഒരുപോലെ കിട്ടണമെന്നില്ല. നമ്മൾ കൈകൊണ്ട് എടുക്കുകയാണെങ്കിൽ ആ ലാസ്റ്റ് വരുമ്പോൾ എന്തായാലും അവിടെ ഒന്ന് അത് ഒടിഞ്ഞ് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇതിലാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ്, ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കോരുതവി എടുത്തിട്ടുണ്ട്. ആ കോരുതവി അതിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് വേറൊരു പാത്രം പുറയിൽ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് ആ കോരുതവിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചില സമയത്ത് ബേക്കറി ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ചില ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ വൈറ്റും യെല്ലോയും തമ്മിൽ മുട്ടയുടെ വേർതിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ രീതി ചെയ്യുമ്പോൾ ആ യെല്ലോയും വൈറ്റും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ടിപ്പ്, കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്താണ്. അതിൽ നിന്ന് ഒരു 5-6 തണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ അത്. എന്നിട്ട് അതിൽ നിന്ന് ലീഫെല്ലാം ഊരി എടുത്തിട്ട് ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനിയൊരു പാൻ എടുത്തു, ഗ്യാസ് വെച്ചു. ഗ്യാസ് സിമ്മയിലാണ് ഇട്ടിരിക്കുന്നത്. പൊടിച്ച ആര്യവേപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും മോസ്കിറ്റോ റിപ്പലൻ്റൊക്കെ പറ്റി പുറത്തോട്ട് പോകണമെന്ന് അത് പ്രാക്ടിക്കലാകണമെന്നില്ല. എല്ലാവർക്കും തന്നെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ സ്കിന്ന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആ കൊതുക് കടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് വളരെ നല്ലൊരു മാർഗ്ഗമാണ്. അതുപോലെ കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കൈയൊക്കെ വായിൽ വെക്കും. നമ്മളിപ്പോൾ മോസ്കിറ്റോ റിപ്പലൻ്റൊക്കെ പറ്റിയിട്ട് നമുക്കൊരു ആശങ്കയായിരിക്കും, അവർ കൈ വായി വെച്ചാലോ എന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ രീതിയിൽ നമ്മളൊന്ന് എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടൊന്ന് കയ്യിലൊക്കെ തൂത്ത് കൊടുത്താൽ മതി. പിന്നീട് അതിലേക്ക് 2 കർപ്പൂരം കൂടെ പൊടിച്ചിടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് ചൂടാക്കി എടുക്കുന്നുണ്ട്.
അതുപോലെ നമ്മൾ കൃഷി സ്ഥലത്തൊക്കെ പണി ചെയ്യാനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് കൊതുക് മാത്രമല്ല ചെറിയ ചെറിയ പ്രാണിയുടെ ഒക്കെ ശല്യം ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഇതുപോലെ ദേഹത്ത് ഒന്ന് പുരട്ടിയിട്ട് നമ്മൾക്ക് പോയി കൃഷിയിടത്തിലൊക്കെ പോയി നമുക്ക് പണി ചെയ്യാവുന്നതാണ്. ഓയിലാണെങ്കിൽ അതൊന്നും അരിച്ച് മാറ്റിയിട്ട് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വന്ന ആ ചണ്ടിയെല്ലാം കൂടെ ഒരു തിരിയിട്ട് കൊടുത്ത് ഒന്ന് കത്തിച്ച് വെക്കാവുന്നതാണ്. അത് നല്ല കൊതുകിനെ അടിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ്. ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ആ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഓയിൽ തന്നെയാണ് ഇത്. ഈ ചാനലിൽ ഇതുപോലുള്ള കുറേ നല്ല ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം. നാലാമത്തെ ടിപ്പ്, മെഴുകുതിരി കത്തിച്ചപ്പോൾ 1-2 തുള്ളി അവിടെ മെഴുകുതിരി ഉരുകി വീണിട്ടുണ്ട്. അപ്പോൾ മെഴുകുതിരി ഇങ്ങനെ വീണാൽ നമുക്ക് പെട്ടെന്ന് കളയാനുള്ളൊരു മാർഗ്ഗമാണ്. ഞാൻ ഐസ് കട്ട എടുത്തിട്ടുണ്ട്. ഐസ് കട്ട എടുത്തിട്ട് ആ മെഴുകുതിരിയുടെ പുറത്തോട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ടത് നല്ല ഫ്രീസായിട്ട് അതങ്ങ് ഇളകി വരുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ പിന്നെ വേറൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തോട്ടൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഒരു ചെറിയൊരു പാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ ചൂടാക്കി ആ പാനൊന്ന് പുറത്തോട്ട് കൊണ്ടുവച്ചാൽ മതി. ആ മെഴുകുതിരി ഉരുകി ആ പേപ്പറിലോട്ട് പറ്റി പിടിച്ചോളും. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്കത് ഇളക്കി മാറ്റാവുന്നതാണ്. അടുത്ത 5-ാമത്തെ ടിപ്പ്, സമയത്ത് നമ്മൾ സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ബുക്കിലൊക്കെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്കത് ഇളക്കി മാറ്റേണ്ടതായിട്ടും ചിലപ്പം വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇളക്കുന്നുണ്ടെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത്. സെല്ലോ ടേപ്പ് എടുത്ത് നമ്മൾ ഇതുപോലെ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റം ഒന്ന് മടക്കി കൊടുത്താൽ മതി. പിന്നീടുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ അറ്റം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കും. അല്ലെ നമ്മളിങ്ങനെ അതിൻ്റെ അറ്റം എവിടെയാണെന്ന് നമ്മൾ കുറേ തപ്പി നമ്മൾ സമയം കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ രീതിയിൽ ചെയ്താൽ മതി. എല്ലാവരും ഒരു പഴയ ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പഴയ ബുക്ക് എടുത്ത് ആ ഓപ്പൺ ആയിരിക്കുന്ന പേജിന് 2 സൈഡിലും സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ ആ സെല്ലോ ടേപ്പ് ഇതുപോലെ ഇളക്കാനായിട്ട് നോക്കുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഇളക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തായാലും ആ പേപ്പർ ആ സെല്ലോ ടേപ്പിൽ ഒട്ടിയിരിക്കും. അപ്പോൾ അത് കീറി പോകുന്നതിനായിട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നത് ഒഴിവാക്കാനായിട്ട് ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മറ്റേ പേപ്പറിൽ അത് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ സെല്ലോ ടേപ്പിൻ്റെ 2 സൈഡിലും അറ്റത്തായിട്ട് വരുന്ന സൈഡിൽ നമ്മൾ പിടിച്ചിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി. അങ്ങനെ വലിക്കുന്നുണ്ട് ആ സെല്ലോ ടേപ്പ് വലിഞ്ഞിട്ട് അതിൽ നിന്ന് ആ പേപ്പറിൽ നിന്ന് വിട്ട് വരുന്നതായിട്ട് കാണാം. ഒട്ടും തന്നെ പേപ്പർ ആണെങ്കിലും സെല്ലോ ടേപ്പ് പിടിച്ചിട്ടില്ല. അതേപോലെ ആശയത്തിനൊന്നും യാതൊരു മങ്ങലും ഇല്ല. ബുക്ക് എങ്ങനെയാണോ അതേ രീതി തന്നെ ഇരിപ്പുണ്ട് ആ സെല്ലോ ടേപ്പ് ഇളക്കി വന്നപ്പോഴേ. അപ്പോൾ നമുക്ക് ഇത് ചില സമയത്ത് നമുക്ക് ഇതുപോലെ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇളക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.